നമസ്കാരം. ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി, നിങ്ങളുടെ സ്വന്തം ഐഷു. ഈ ഹായ് ഹലോ നമസ്കാരം റേഡിയോയിൽ പറഞ്ഞ് അങ്ങനെ ശീലമായി പോയത് കേട്ടോ. ഇപ്പം ഞാൻ എന്ത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കുമ്പോഴും ഹായ് ഹലോ നമസ്കാരം എന്നാണ് പറയാറ്. സോ ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ പോവുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളൊരൊറ്റ എന്താ പറയുക, കാർ ഓടിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അതിൻ്റെ ആ 4 സൈഡൊക്കെ നോക്കി പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യം എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ യു എയിലെത്തി. ഗണേശൻ കുറേ നിർബന്ധിച്ചു, ലൈസൻസ് എടുക്കണം, 4 വീലർ ലൈസൻസ് എടുക്കണം, നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഞാൻ ഡെയിലി റാസൽ ഖൈമയിൽ നിന്ന് ദുബായ് വരെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 വീലർ ലൈസൻസ് ഉള്ളത് ഭയങ്കര ഗുണമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബെൽഹാസിലെ ടെസ്റ്റ് കുറേ പൊട്ടിയതിന് ശേഷം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. ഫസ്റ്റ് പാർക്കിംഗ് ടെസ്റ്റ് ആയിരുന്നു നമുക്ക്. ആ പാർക്കിംഗ് ടെസ്റ്റ് ഞാൻ പൊട്ടി. അത് കഴിഞ്ഞ് ബെൽഹാസ ടെസ്റ്റ് ഉണ്ട്. ബെൽഹാസയിൽ ഞാൻ 5 തവണ പൊട്ടി. അത് കഴിഞ്ഞ് പോലീസ് ടെസ്റ്റ് ഉണ്ട്. പോലീസ് ടെസ്റ്റ് നമുക്ക് 3 തവണ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ 3 തവണ അറ്റൻഡ് ചെയ്തിട്ട് ഈ 3 തവണയും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും തിരിച്ച് ബെൽഹാസയിലേക്ക് പോകണം. സോ എൻ്റെ 3ാമത്തെ ടെസ്റ്റാണ് ഇന്ന് ഞാൻ പൊട്ടി. ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എൻ്റെ PG എക്സാമിന് പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. അപ്പോൾ ബെൽഹാസ ടെസ്റ്റിന് പോകണം. ബെൽഹാസില്ല, മുറൂറിൻ്റെ ടെസ്റ്റിന് പോകണം. സത്യം പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. മുറൂറിൻ്റെ ടെസ്റ്റിന് പോയിട്ട് പൊട്ടുപോയില്ലോ എന്നൊന്നും അറിയില്ല. ഇത്രയും ദിവസം ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ആരെയും പ്രാർത്ഥിക്കണോ കാര്യമൊന്നുമില്ല. ഞാനെല്ലാം ദൈവത്തിനൊക്കെ വിട്ടുകൊടുത്തു. എൻ്റെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറോടൊക്കെ ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണേ, ബിക്കോസ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കില്ല. സോ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് 9 മണിക്കാണ് ടെസ്റ്റ്. ഞാനിതാ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ എനിക്ക് പറ്റില്ല, ബിക്കോസ് അത്രയും ടെൻഷനാണ് എനിക്ക് ആ PG എക്സാമിന് പോലും ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. എൻ്റെ കൈയൊക്കെ ഇപ്പോഴേ വിറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ടെസ്റ്റിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്? ബിക്കോസ് ചിലപ്പോൾ ഞാൻ എന്തായാലും പൊട്ടും, അല്ലേ ജയിക്കും. തോറ്റാലും ജയിച്ചാലും ഒരു തൂക്കിക്കൊല്ലുന്ന കാര്യമൊന്നും അല്ലല്ലോ. സോ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് ടെസ്റ്റിന് പോകണുള്ളൂ. പിന്നെ ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ടെൻഷൻ നല്ലോണമുണ്ട്. ബിക്കോസ് ആ പോലീസുകാരൻ എൻ്റെ അടുത്തൊരു പോലീസുകാരൻ ഉണ്ടാവും. പുള്ളി ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ലെഫ്റ്റ് എടുക്കേണ്ട ഞാൻ ചിലപ്പോൾ റൈറ്റെല്ലാം പോയിന്ന് വരും. അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടും. പിന്നെ ലൈൻ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ബ്രേക്കൊക്കെ പിടിച്ചിട്ട് വരും. സോ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ളത് കഴിക്കാം. അതാണ് നമ്മുടെ മെയിൻ അജണ്ട. സോ ഞാൻ ആദ്യം പറയാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി ഇന്നാളെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. സന്നാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗോവൻ ഡിഷ്. കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. സോ പച്ചരി, കുറച്ചൊരു സ്പൂൺ ഉഴുന്ന്, കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. സോ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാനും അത് ഉണ്ടാക്കി. അത് ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ആവിയിൽ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അങ്ങനെ ഞാനത് ഉണ്ടാക്കി. പ്രശ്നം എന്താ വെച്ചാൽ അതിന് ശരിക്കും ഇഡ്ഡലിയുടെ അതേ ടേസ്റ്റ്, നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി മാവ് പോലെ തന്നെ ഇഡ്ഡലിയുടെ സെയിം ടേസ്റ്റ്. പക്ഷേ കുറച്ച് മധുരം ഇടണം. ഞാൻ വളരെ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ആ കൃത്യം ഇഡ്ഡലിൻ്റെ ടേസ്റ്റ് കിട്ടിയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇഡ്ഡലിൻ്റെ ടേസ്റ്റാണ്, ഞാൻ കുറച്ച് വെള്ളാപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളാപ്പ ചട്ടിയിൽ ഞാൻ ഈ സാധനം ഉണ്ടാക്കി. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. നല്ലോണം പൊന്തിയൊക്കെ വരികയൊക്കെ ചെയ്തു. സോ നമുക്കിന്ന് സന്നാസും ചെറുപയർ കറിയുണ്ട്. രാവിലെ ഞാൻ എണീറ്റ് ഉണ്ടാക്കിയതാണ്. കാരണം എനിക്ക് ഇന്നലെ രാത്രി ഉറക്കമൊന്നും വന്നില്ല. സോ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് ഈ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെയും ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, കിടന്നു. അപ്പം നമുക്ക് സന്നാസും ചെറുപയറും കഴിച്ച് റെഡി ആയിട്ട് നേരെ ടെസ്റ്റിന് പോകാം. ഓക്കെ, ബൈ. ഞാൻ കരുതി ഇനി ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാം. ബിക്കോസ് ഞാൻ ടെസ്റ്റിന് പോകുമ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇതാണ്. എനിക്ക് പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ സ്കൂളിലില്ല, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എക്സാമിന് പോകുമ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഞാൻ പാസ്സാവുകയും ചെയ്യും, കുഴപ്പമില്ലാത്ത മാർക്കും ഉണ്ടാവും. അതെൻ്റെ ഒരു അന്ധവിശ്വാസമാണ്, എനിക്കറിയാം. അത് അങ്ങനത്തെ വിശ്വാസമൊക്കെ നിങ്ങളൊക്കെ മാറ്റണം കേട്ടോ. പക്ഷേ ഇത് നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ 7 ദിവസം എക്സാം ഉണ്ടാവുമല്ലോ. ആ 7 ദിവസം ഒന്നരാടന എക്സാം ഉണ്ടാവുക. മൺഡേ എക്സാം കഴിഞ്ഞാൽ ട്യൂസ്ഡേ ഉണ്ടാവില്ല, വെനസ്ഡേ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ മൺഡേ ഈ ഡ്രസ്സ് ഇട്ട് അലക്കി വെക്കും. എക്സാമൊക്കെ കഴിഞ്ഞ് അലക്കി വെച്ച് വെനസ്ഡേ പിന്നെയും ഈ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് പോകും. ഈ ഡ്രസ്സല്ല, വേറെ ഡ്രസ്സ്. അപ്പോൾ എനിക്കതുപോലെ യു എയിൽ വന്നിട്ട് ഉള്ളൊരു പാൻറ്റാണിത്. ഇത് വാങ്ങിയപ്പോൾ പുത്തനായിരുന്നു. ഞാനിത് ഷെയ്നിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നൂലൊക്കെ പൊന്തിയിട്ടുണ്ട്, കണ്ടോ? നൂലൊക്കെ പൊന്തിയിട്ടുണ്ട്.
പക്ഷേ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കാരണം ഇത്രയും തോൽവി ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയേ അല്ല. അപ്പോൾ ഈ പാൻറ്റും ഇതിന് പക്ഷേ പ്രത്യേകിച്ച് ഭാഗ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് ഞാൻ തോറ്റാലേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് ഇന്ന് എക്സാമിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് നോക്കാം ഇവന് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വെയിറ്റ് ആൻഡ് സീ. പാസ്സായി. അങ്ങനെ പപ്പൻ പാസ്സായി. കഴിഞ്ഞ തവണ ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ ഫെയിൽ എന്നുള്ള മെസ്സേജ് വന്നു. എന്നിട്ട് അതിൽ കമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് തോറ്റത്, എന്താണ് കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫെയിൽ എന്ന് മാത്രമേ ഉള്ളൂ, കമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല എന്താ കാരണം എന്നൊന്ന് പറയൂ, കമൻസ് ഒന്ന് പറഞ്ഞുതരുമോ, കഴിഞ്ഞാണ് എനിക്ക് കമൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, എന്താണ് ഫെയിൽ ആവാൻ കാരണം എന്നുള്ളതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു യു പാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിയലി ഐ പാസ്. പുള്ളി യെസ് യു പാസ് എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ അയാളുടെ കാലിൻ്റെ മുകളിൽ പോയി വീണില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അത്രയും സ്ട്രെസ്ഡ് ആയിരുന്നു ആ ഒരു ടെസ്റ്റ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ. കാരണം അത്രയും എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു. അങ്ങനെ പാസ്സായി. പപ്പൻ ഫൈനലി പാസ്സായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പാസ്സാകില്ലയോ എന്നുള്ള കാര്യം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കും സത്യമായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും തോൽവി എനിക്ക് കിട്ടിയതെന്ന് പറയാൻ എനിക്കറിയില്ല. പിന്നെ തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപണിയാണെന്നാണല്ലോ. അതുകൊണ്ട് എന്താ, നല്ലൊരു ഡ്രൈവറെ എൻ്റെ ഭർത്താവിന് കിട്ടി, യുനോ. സോ എല്ലാവരും ഒന്ന് ഫോണൊക്കെ വിളിച്ച് പറയട്ടെ ഐഷമോൾ പാസ്സായി എന്നുള്ളത്. അപ്പോൾ എൻ്റെ പാൻറ് എന്നെ ചതിച്ചില്ല, യുനോ.